أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. منيبين إليه واتقوا وأقيموا الصلاة ولا تكونوا من المشركين. സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയും ഇഷ്ടവും പൊരുത്തവും ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ നമ്മളേറ്റവും സന്തോഷകരമായി കാണുന്നൊരു സംഗതിയാണ് ആരെയും ഭയപ്പെടാതെ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. എല്ലാവരും സ്വാതന്ത്ര്യമാണ് ഇഷ്ടപ്പെടുന്നത്. അത് നമ്മൾ മാത്രമല്ല, എല്ലാ വസ്തുക്കളും സസ്യലതാദികളും ഏത് നോക്കിയാലും. ഒരു ചെടി, നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ വളർന്നിങ്ങനെ പോകുന്ന ചെടികളെ വരെ ആ ചെടിയുടെ തല നമ്മൾ ഇപ്പുറത്തേക്ക് തിരിച്ചു വെച്ചാൽ അത് പിറ്റേന്ന് കാണാം അതിൻ്റെ സ്വാതന്ത്ര്യം തേടി നിൽക്കും. സ്നേഹമുള്ളവരെ, അടിമത്വം എന്നത്, സ്വാതന്ത്ര്യമില്ലായ്മ എന്നത് മനുഷ്യനൊട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ നമ്മളൊക്കെ നിർബന്ധിതരായി ഈ അടിമത്വത്തിന് വഴങ്ങിപ്പോകുക എന്ന് പറയുന്ന അവസ്ഥയുണ്ടാവുള്ളൂ. മനസ്സുകൊണ്ടൊരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞത്, ഇസ്ലാം മനുഷ്യന്റെ സ്വാതന്ത്ര്യം, മനുഷ്യന്റെ മോചനം എന്നതിന് നൽകുന്ന അർത്ഥം എന്താണ്? നമ്മൾ കൃത്യമായിട്ട് ഓരോരുത്തരും അത് പഠിക്കണം. മനുഷ്യരായ നമ്മള് ഏറ്റവും ചൂഷണത്തിന് വിധേയരാവുന്നത് വിശ്വാസരംഗത്താണ്. അതുകൊണ്ടാണ് എല്ലാതരം മാനസിക അടിമത്വങ്ങളിൽ നിന്നും
മോചിപ്പിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. അള്ളാഹുവിന് മാത്രം കീഴ്പ്പെടുന്ന സ്വതന്ത്രവും ശക്തവും അതേപോലെ തന്നെ നിർഭയത്വമുള്ളതുമായ ഒരു മനസ്സാണ് ഇസ്ലാം കാണുന്നത്. അതാണ് ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും മികവുറ്റ രംഗമെന്ന് പറയുന്നത്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ. വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിൽ ളുൽമ് കലർന്നിട്ടില്ല. ളുൽമിന്റെ ഏറ്റവും ടോപ്പാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതിന്റെ താഴത്തേക്ക് ഒരുപാട് തട്ടുകളുണ്ട്. ഈ ളുൽമൊന്നും കലരാത്ത ഈമാനുള്ള ആളുകൾ ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് അംനുള്ളത്. എന്താ അംന് എന്ന് പറഞ്ഞാല് നിർഭയത്വം. ആ വാക്കിൽ നിന്നാണ്, അംനിൽ നിന്നാണ് മുഅ്മിൻ എന്ന വാക്കുണ്ടാവുന്നത്, മുഅ്മിനീങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വമുള്ളവൻ, സമാധാനമുള്ളവൻ. നമ്മള് സാധാരണ പറയും സത്യവിശ്വാസികൾ എന്ന് പറയും. സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് മറ്റുള്ള അർത്ഥങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞത് തൗഹീദാണ് മനുഷ്യന് ശക്തി നൽകുന്ന അതിന്റെ സ്രോതസ്. സഹോദരങ്ങളെ, അള്ളാഹുവിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിലെ വഴിത്തിരിവാണ്. അതോടുകൂടെ മനുഷ്യന്റെ മനസ്സ് സകലമാന അടിമത്വങ്ങളിൽ നിന്നും മുക്തമായി നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതാണ്. ഏറ്റവും വലിയ സ്വാതന്ത്ര്യം അതാണ്. കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞത്, യാ യുഹന്നാസ്, പലവട്ടം നമ്മൾ പഠിച്ച വാക്കാ, ജനങ്ങളെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയോ, നിങ്ങൾക്ക് വിജയിക്കാന്നാണ്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് നന്നായി പഠിക്കണത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു സമാധാനം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് ചോദ്യമായിട്ട് അപ്പം അവിടെ വരേണ്ടത്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായാൽ നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളും വിജയിക്കും. ചരിത്രം അതാണ്, എല്ലാ മേഖലകളും വിജയിക്കും. ഇതാണ് മനുഷ്യന്റെ ശരിയായ പ്രകൃതി. ആണ് ഞാൻ ഓതി വെച്ച ആയത്ത്, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ. നിന്റെ റബ്ബിന്, അള്ളാഹുവിന് വേണ്ടി നീ എന്ത് ചെയ്യണം? നിന്റെ മുഖത്തെ ഋജുമാനസ്കനായി, ഹനീഫായി ദീനിലേക്ക് നിന്റെ മുഖത്തെ തിരിക്കണം. ഫിത്രത്തല്ലാഹില്ലതി ഫതറന്നാസ അലൈഹ, അതാണ് മനുഷ്യൻ അള്ളാഹു നൽകിയ ശുദ്ധമായ പ്രകൃതി. ലാ തബ്ദീല ലിഖൽഖില്ല, റബ്ബിന്റെ സൃഷ്ടിപ്പിന് മാറ്റമില്ല കേട്ടോ. ദാലിക ദീനുൽ ഖയ്യിം, ഇതാണ് ചൊവ്വായ ദീൻ. വലകിൻ അക്സറന്നാസി ലാ യഅലമൂൻ, ഭൂരിപക്ഷം ആളുകളും കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് അല്ലാഹ് പറയാ, മുനീബീന ഇലൈഹി, അവങ്കലേക്ക് ഖേദിച്ചു മടങ്ങണം. വത്തഖൂഹു, അവനോട് തഖ്വയുള്ളവനാകണം. വഅഖീമുസ്സലാ, അള്ളാഹുവോട് തഖ്വ നിലനിർത്താൻ, ആ ബന്ധം നിലനിർത്താൻ എപ്പോഴും ഇവിടെ ആലമുൽ അർവാഹുമായി, അള്ളാഹുവിന്റെ അർശുമായി നമ്മുടെ മനസ്സിനെ ബന്ധിപ്പിക്കാനാണ് സ്വലാ. നിസ്കാരം എപ്പോഴും നിലനിർത്തണം. വലാ തകൂനു മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ ഒരിക്കലും മുശ്രിക്കാവരുത് കേട്ടോ, ശിർക്ക് ചെയ്യുന്നവരാകരുത്. സ്നേഹമുള്ളവരെ, മനുഷ്യൻ എത്രയൊക്കെ വളർന്നിട്ടുണ്ടെങ്കിലും പലതിന്റെയും മുമ്പിൽ, പല ദുരന്തങ്ങളുടെയും മുമ്പിൽ, പലതും ജീവിതത്തിലേക്ക് വരുമ്പോ അങ്ങനെ രക്ഷപ്പെട്ട ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവരൊക്കെ അവസാനമായി അഭയം കാണുന്നത്, അവരുടെ സമാധാനം കണ്ടെത്തുന്നത് അള്ളാഹുവിലാണ്, പടച്ച റബ്ബിലാണ്. അല്ലെ? അതിന് ഏതൊക്കെ പേരുകൾ കൊടുത്താലും ശരി, അവനിലാണ്. നിങ്ങൾ നോക്ക്, അവര് പറയും പടച്ചോന്റെ വിധിയല്ലേ, നമ്മളത് സ്വീകരിക്കണ്ടേ, ഇതിലൂടെ അവൻ നമുക്ക് നല്ലത് തരുമായിരിക്കും എന്ന് വെച്ചാൽ മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണത്. ഒരു സൂപ്പർ പവർ മുകളിൽ ഉണ്ടാവുക, തനിക്കു മീതെ, തന്റെ തലയുടെ മീതെ ഒരു വലിയ ശക്തിയുണ്ടെന്ന വിശ്വാസം, തന്റെ നിസ്സഹായതയിൽ
തനിക്കുള്ള അവലംബം, ആശ്രയം എന്നത് ആ ഒരു സൂപ്പർ പവറാണ്. ഇതാണ് മനുഷ്യന്റെ പ്രകൃതിയുടെ ഭാഗം. ഫിത്രത്തല്ലാഹില്ലതി ഫതറന്നാസ് അലൈഹ. അപ്പോ ആ പവറിലേക്കുള്ള, അള്ളാഹുവിലേക്ക്, ഞാൻ ആ വാക്ക് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. അള്ളാഹുവിലേക്കുള്ള നമ്മുടെ അഭയം, അതാണ് നമ്മുടെ ശക്തി. എപ്പോഴും പഠിക്കുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അന്ധവിശ്വാസികൾക്ക് ഈ ഒരു സമാധാനം കിട്ടില്ല. ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ആശ്രയബോധം, നമ്മുടെ അഭയബോധം ശക്തമാവണമെങ്കിൽ, അഥവാ തൗഹീദ് ശക്തപ്പെടണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? അള്ളാനെ മനസ്സിലാക്കേണ്ടുന്ന മുറപ്രകാരം മനസ്സിലാക്കണം. അങ്ങനെ ഒരു വാക്കുണ്ട്. ഈ ശിർക്കിന്റെ പല മേഖലകളും ഖുർആൻ വിശദീകരിച്ചിട്ട് ആ ഭാഗത്ത് അല്ലാഹ് പറയണേ, നിങ്ങൾ എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടുന്ന മുറപ്രകാരം മനസ്സിലാക്കാത്തത് എന്നാണ്. വെച്ചാല് ശരിയായ ബോധ്യം നമ്മുടെ മനസ്സിൽ വരണം. അതിന് ഞാനൊരു 5 കാര്യങ്ങൾ പണ്ട് എണ്ണി തന്നിട്ടുണ്ട്, എന്നാലും ഓർമ്മപ്പെടുത്തി തരിക. 5 കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടണം, എന്നാലാണ് വിശ്വാസം ശരിയാവുക. 1, അള്ളാഹുവിന്റെ വുജൂദിയത്ത് ബോധ്യപ്പെടണം. 2, അള്ളാഹുവിന്റെ റുബൂബിയത്ത് ബോധ്യപ്പെടണം. 3, അവന്റെ ഉലൂഹിയത്ത് ബോധ്യപ്പെടണം. 4, അവന്റെ അസ്മാഉ വസിഫാത്തുകൾ ബോധ്യപ്പെടണം. 5, ഈ 4 എണ്ണം എണ്ണിയല്ലോ, ഈ 4 എണ്ണത്തിലും അവൻ ഏകനാണ് എന്ന ബോധ്യം വരണം. നീട്ടി പറയാതെ സൂചന തരികയാണ്. എന്താണ് അള്ളാഹുവിന്റെ വുജൂദിയത്ത് എന്ന് പറഞ്ഞാൽ? ഞാൻ ഒറ്റക്കല്ല, എന്റെ കൂടെ ഏത് സന്ദർഭങ്ങളിലും എന്റെ പടച്ചവനുണ്ട്. അവന്റെ കണ്ണ് വെട്ടിച്ച് എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല എന്ന് നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. ഇതാണല്ലോ നമ്മുടെ, നിങ്ങൾ ഇങ്ങനെ പിടിച്ചു നോക്കൂ. നമ്മൾക്കൊക്കെ ഇറച്ചി കൂടിയതുകൊണ്ടാണ് അത് മനസ്സിലാകാത്തത്. ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും ഒരു ഞരമ്പ്, ഇവിടെ ഉണ്ടാവും. ഇതെല്ലാം കണ്ടത് നമ്മളിങ്ങനെ താങ്ങി നിർത്തുന്ന സാധനം, ഇത് എത്ര കണ്ട് നമുക്ക് അടുത്ത് നിൽക്കുന്നുണ്ടോ? ഇതിനേക്കാളും നിങ്ങളുടെ സമീപസ്ഥനാണ് ഞാൻ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് പറയാ. അവന്റെ സാന്നിധ്യത്തെ ബോധ്യപ്പെടുക. വഹുവ മഅക്കും ഐനമാ കുൻതും. 2, അവൻ റബ്ബാണ് എന്ന് ബോധ്യപ്പെടുക. എല്ലാം തന്നത് അവനാണ്, ഇവയെല്ലാം ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുക അവനിലേക്കാണ്. ഇലാഹെന്ന ഇലാഹ്, ആരാധ്യൻ എന്ന നിലയിൽ അവൻ മാത്രമേ ഉള്ളൂ ബോധ്യപ്പെടുക. ഇത് മാത്രമല്ല, അള്ളാഹ്ക്ക് 99 സിഫത്തുകളുണ്ട് അല്ലെ? അള്ളാഹ് സമീആണ്, അള്ളാഹു ബസീറാണ്, അള്ളാഹു ഹഫീലാണ്, അങ്ങനെ കുറെ വാക്കുകളുണ്ടല്ലോ അല്ലേ? നിങ്ങളൊന്ന് എണ്ണി നോക്കുകൊണ്ട് ആ 99 സിഫത്തുകള്. ഇത് ബോധ്യപ്പെടുക എന്ന് വെച്ചാല് എനിക്കും നിങ്ങൾക്കൊക്കെ പലപ്പോഴും കുറവ് വരുന്നത് ഈ ബോധ്യത്തിലാണ്. അറിയോ, അല്ലാഹ് ഒരുവനേ ഉള്ളൂ എന്ന അത്ര ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിന് കൊടുക്കാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. എന്തുറപ്പ് എന്നറിയോ? അല്ലാഹ് എല്ലാം കേൾക്കുന്നവനാണ്, അല്ലാഹ് എല്ലാം കാണുന്നവനാണ്, അല്ലാഹു അറിയുന്നവനാണ്, നമ്മുടെ കൽബിലേക്ക് അവൻ നോക്കുന്നു. അങ്ങനെ ഒരു യഖീന് കൊടുക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാത്തതാണ് ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ വരുന്നത് അല്ലെ? ഇവിടെയും അസ്മാഉ വസിഫാത്തുകളിലും ഒരു ബോധ്യം വരണം. ഈ 4 എണ്ണത്തിലും അള്ളാഹു ഏകനാണ് എന്ന് ബോധ്യപ്പെടണം. അപ്പൊ നിർഭയത്വം കിട്ടാൻ ഉലമാക്കൾ പറഞ്ഞെന്തറിയോ? ഈ 5 എണ്ണത്തിന്റെ കൂടെ ഈമാനിന്റെ നിർവചനം പറഞ്ഞോടത്ത് പറഞ്ഞു, അൽ ഈമാൻ, ഈമാൻ എന്ന് പറഞ്ഞ 4 കാര്യങ്ങളാണ്. 1, അൽ ഇൽമു വൽ ഇഖ്റാറു വൽ അമലു ബിഹി വദ്ദഅവതു ഇലൈഹി. തോന്നുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസമൊക്കെ പലപ്പോഴും ശക്തിപ്പെടാത്തത് എന്തുകൊണ്ടാന്ന് നോക്കുമ്പോ, ഇത് നമുക്ക് വിശ്വാസമുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അതിനൊരു യഖീന് വരാത്തെന്താ? ഇക്കാര്യങ്ങളൊക്കെ അങ്ങോട്ട് യഖീനാവുന്നില്ല. 4 എണ്ണം ബോധ്യപ്പെടണം. അൽ ഇൽമു, ഒന്ന് അറിയണം. അറിവ് വളരെ പ്രധാനമാണ്, പഠിച്ചുകൊണ്ടേയിരിക്കണം. എന്നിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ വൽ ഇഖ്റാറു, അംഗീകരിക്കണം. 3, എങ്ങനെ? മനസ്സിലാക്കുക, അറിയുക, അംഗീകരിക്കുക. വൽ അമലു ബിഹി, അതനുസരിച്ച് പ്രവർത്തിക്കുക. ഈ 3 കഴിഞ്ഞതിന് ശേഷമാണ് അടുത്തത് നടക്കേണ്ടത്. വദ്ദഅവതു ഇലൈഹി, അതിലേക്ക് ക്ഷണിക്കുക. അപ്പൊ നമ്മൾ എവിടേക്ക് ക്ഷണിക്കണ്ടേ?
നമ്മളെ എവിടേക്കാ ക്ഷണിക്കേണ്ടത്? നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിലേക്കാ ക്ഷണിക്കേണ്ടത്. നിസ്കരിക്കാത്ത എനിക്ക് നിസ്കാരത്തിലേക്ക് ഒരാൾ ക്ഷണിക്കാൻ പറ്റുമോ? ഏകദൈവ വിശ്വാസത്തിലേക്ക് ഞാൻ ഒരാളെ ക്ഷണിക്കുകയാണെങ്കിൽ ആ വിശ്വാസം എന്താന്ന് എനിക്കറിയണ്ടേ? ദഅവത്തിലേക്ക് ദഅവത്ത് അവസാന. അപ്പൊ ദഅവത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതമാണ്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പറയാം. അങ്ങനെ ശരിയായ അറിവെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുദ്റത്തും അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ റഅഫത്തും അവന്റെ കാരുണ്യവും അവന്റെ സ്നേഹവായ്പും എല്ലാം ബോധ്യപ്പെടുക. ഏതൊരു കാര്യത്തിന്റെ പിന്നിലും അള്ളാഹുവിനൊരു യുക്തിയുണ്ട്, അള്ളാഹുവിനൊരു ഹിക്മത്തുണ്ട്, അള്ളാഹുവിന്റെ തീരുമാനമുണ്ട്. അത് ശരിയായി മനസ്സിലാക്കാനുള്ള അവസരം നമുക്ക് കിട്ടിയാൽ നിഷേധത്തിലേക്ക് നമ്മുടെ ഖൽബ് പോകില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോ നമ്മുടെ വയനാട്ടിൽ തന്നെ ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടായി. ആ ദുരന്തത്തില് ഒരുപാട് മയ്യിത്തുകൾ നമ്മൾക്ക് കിട്ടി. ഒരു ആരെന്നറിയാത്ത പകുതിയായ അവയവങ്ങൾ കിട്ടി. ഒക്കെ സംസ്കരിച്ചു. ഇപ്പോഴും ഇന്നും തെരച്ചിൽ നടക്കുകയാണ്. അതിനിടയില് കോടിക്കണക്കിന് രൂപകൾ പലരും സംഭരിക്കുന്നുണ്ട്. ഗവൺമെന്റ് ക്ഷണിക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാവരും പണം ഉണ്ടാക്കുന്നു. ഞാൻ പറഞ്ഞത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, മറ്റുള്ള സഹായ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നു. അതിനിടയിൽ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവം എവിടെയെന്നാണ്. ദൈവം എവിടെ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ചോദ്യത്തിന് മറുപടി എവിടെ പറഞ്ഞു വെച്ചാൽ, ഒരു ഹിക്മത്ത് ഉണ്ടെന്ന് പറയുന്നതിന്റെ കൂടെ വഫിൽ അർളി ആയാത്തുൽ ലിൽ മുഖ്മിനീൻ, യഖീനുള്ള, നമ്മൾ യഖീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു യഖീൻ ഉറപ്പ് എന്ന് പറഞ്ഞൊരു ഉറപ്പുണ്ട് അല്ലെ, ദൃഢബോധ്യത്തിനാണ് അറബിയിൽ പറയാട്ടോ. അത് ബയാൻ ചെയ്യല്ല. യഖീനുള്ള മുഖ്മിനീങ്ങൾക്ക് ഭൂമുഖത്ത് മുഴുവൻ നോക്ക് ആയാത്തുകളുണ്ട്. വഫീ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കിയേ, അഫലാ തുബ്സിറൂൻ, അവിടെയും നിങ്ങൾ കണ്ണുകൊണ്ട് നോക്കുകയാണെങ്കിൽ, ബുദ്ധി കൊണ്ട് നോക്കുകയാണെങ്കിൽ അവിടെയും ദൃഷ്ടാന്തങ്ങളുണ്ട്. വഫീ സമാഇ റിസ്ഖുക്കും വമാ തുഅദൂന, ഇനി മാനത്തേക്ക് നോക്ക്, ഈ വിണ്ണിലേക്ക് നോക്ക്, നിങ്ങളുടെ റിസ്ഖ് അവിടെയുണ്ട്. നിങ്ങളോട് ഏതാണോ വാഗ്ദത്തം ചെയ്യുന്നത് അതും അവിടെ സംഭവിക്കാനുണ്ട്. എന്താണ് വാഗ്ദത്തം? നമുക്കൊരു വാഗ്ദത്ത ഗേഹമുണ്ട്, തിരിച്ചുപോക്കുണ്ട്. അതും ഇവിടെ നോക്കിയാൽ കാണാം. എന്നിട്ട് അല്ലാഹ് പറയാ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ് തന്നെ സത്യം. ഇന്നഹു ലഹഖ്, അല്ലാഹു അത് യാഥാർത്ഥ്യമാണ്, ഹഖാണ്. പരലോകം ഹക്കാണ്, അല്ലാഹു ഹക്കാണ്. ഏതുപോലെ അറിയോ? മാ ഹന്നക്കും തൻതിഖൂൻ, നിങ്ങൾ സംസാരിക്കുന്നില്ലേ, നിങ്ങൾ വർത്തമാനം പറയണില്ലേ, ഇത് സത്യാണോ? നിങ്ങൾ വർത്തമാനം പറയുന്നത്, ഈ നുത്ഖ്, ഈ തകല്ലും, ഈ വർത്തമാനം എത്ര സത്യമാണോ അതുപോലെ സത്യമാണ് ഇതെല്ലാം. ഇത് പറയാൻ നമുക്ക് നേരമില്ല. നമ്മുടെ ബോഡി അത് മിടിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ മിടിപ്പ് കൂടിയാൽ ഒരു മിനിറ്റിൽ ഇത്ര എണ്ണം അത് മിടിക്കണം അല്ലെ, ഇത്ര പ്രാവശ്യം നമ്മൾ ശ്വസിക്കണം. ആ ശ്വസനത്തിന്റെ ക്രമം കൂടിയാൽ കുറഞ്ഞാൽ, ഇതിന്റെ മിടിപ്പ് കൂടിയാൽ കുറഞ്ഞാൽ ഒക്കെ പ്രശ്നം. ആരാ ഇതിന്റെ ഈ മിടിപ്പിന് ഇത്ര ഒരു സമയം നിശ്ചയിച്ചു വെച്ചത്? ഓരോന്ന് ആലോചിച്ച് നോക്കുക, ഓരോന്ന് ഇട്ടാ നമുക്ക് പറയാൻ നേരമില്ല. നിങ്ങളുടെ ചിന്തകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുറന്നു വെക്കുന്നു. മഴ, ആ മഴയുടെ ക്രമം നിങ്ങൾ നോക്കിയിട്ടില്ലേ? ഒരു ചെരിഞ്ഞ വരുന്നത്, ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആലോചിച്ച് നോക്കിയോളൂ. പർവ്വതങ്ങൾ, എവറസ്റ്റിന് 9 കിലോമീറ്റർ ഉയരങ്ങളുണ്ട്. 200 കിലോമീറ്ററിലേക്ക് അധികമായി അതിന് വേരുകളുണ്ട്. വെള്ളം ഒന്ന് സ്വയം കത്തുന്നതാണ്, മറ്റൊന്ന് കത്താൻ സഹായിക്കുന്നതാണ്. സ്വയം കത്തുന്ന ഹൈഡ്രജനും കത്താൻ സഹായിക്കുന്ന ഓക്സിജനും ചേർന്നാൽ H2O അല്ലെ, നമ്മൾ പഠിച്ചിട്ട് കായ് വാങ്ങി തന്നെ പരീക്ഷ എഴുതി ജയിച്ചോരാ. അത് രണ്ടും പാടെ കൂടുമ്പോ കത്തുന്ന സാധനത്തിനെ കെടുത്താനുള്ള ഒരു വസ്തുവിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? അങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കിയാല് വത്തഖൂഹു വഅഖീമുസ്സലാ വലാ തകൂനു മിനൽ മുശ്രിക്കീൻ മുനീബീന ഇലൈഹി
ഇതിന്റെ പിന്നിലുള്ള ആ ശക്തിയിലേക്ക്, ആ അവനിലേക്ക് ഖേദിച്ചു മടങ്ങ്. വലാ തകൂനു മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ ശിർക്ക് ചെയ്യല്ലേട്ടോ. അള്ളാഹ് പറഞ്ഞെന്തിനറിയോ? ലോകത്തെ ഏറ്റവും കരുത്തുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ഏകദൈവ വിശ്വാസിയാണ്. അന്ധവിശ്വാസം നമ്മെ എല്ലാ വൃത്തികേടുകളിലേക്കും കൊടിയ പാപങ്ങളിലേക്കും പ്രേരിപ്പിക്കും. സ്നേഹമുള്ളവരെ, അതാണ് ചരിത്രം, അതാണ് വർത്തമാനം. അന്ധവിശ്വാസം കൽബിൽ കെട്ടിയാൽ, കൽബിൽ ഉണ്ടായാൽ ഏത് നെറികേടും ആ മനുഷ്യൻ വിളിച്ചു പറയും, ചെയ്തിരിക്കും. ചരിത്രം അങ്ങനെയുണ്ട്, വർത്തമാനവും അത് തന്നെയാണ്. അന്ധവിശ്വാസങ്ങൾക്കെന്നാൽ ഇന്ന് മറ്റൊരു തലം നോക്കിയാൽ ആധുനിക മാനം കൈവരികയാണ്, അല്ലേ? ഇത് പ്രചരിപ്പിക്കാൻ മത്സരമാണിന്ന്. പഠനത്തിൽ മികവുണ്ടാകാൻ, വീടിന് ഐശ്വര്യം ഉണ്ടാകാൻ എന്തൊക്കെ സാധനങ്ങളാണ് കെട്ടിത്തൂക്കുന്നത്. നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കി. ശിർക്ക് എന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ പാരതന്ത്ര്യം, ഏറ്റവും വലിയ സ്വാതന്ത്ര്യമില്ലായ്മ. അന്ധവിശ്വാസങ്ങളും എന്ന് പറയുന്നത്, ശിർക്ക് എന്ന് പറയുന്നത് ബുദ്ധിക്ക് യോജിക്കൂല, യുക്തിക്ക് യോജിക്കൂല, അതിൽ ഒരു യോജിപ്പും ഉണ്ടാവില്ല. പിന്നെ നമ്മളെ അടിമപ്പെടുത്തുകയാണ്. അടിമപ്പെടുത്തുക. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഈ ഖുർആൻ മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ മദ്യം അഥവാ ലഹരി വസ്തുക്കള്, പലിശ, വ്യഭിചാരം, ഒരുപാട് തിന്മകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കുറച്ചാ പറഞ്ഞത്. 2 ഭാഗവും വിശ്വാസ കാര്യങ്ങൾ, ആ വിശ്വാസത്തെ ബാധിക്കുന്ന വ്യതിയാനങ്ങളിലെ ശിർക്കാണ് പറഞ്ഞത്. എന്തിനാണെന്നറിയോ? ഒരു മദ്യപിക്കുന്ന ഒരാള്, നിങ്ങൾ എങ്ങനെ ചോദിച്ചോളൂ. ഇപ്പോഴാണ് ഇപ്പൊ അതിനൊരു പുതിയ മാനം വന്നത്. പണ്ടൊന്നും ക്യൂല് നിന്നിട്ട് സാധനം വാങ്ങൂല. ഇന്നിപ്പോ അതിന്റെ കാളാണെന്ന് പറയുമ്പോൾ വലിയ അഭിമാനം. അത് ആകെ മുങ്ങിയ കുളിരറ്റതുപോലെയാണ്. ഒരു വ്യഭിചാരം എന്തു തെറ്റാവട്ടെ, തെറ്റാണെന്ന് തോന്നും. പക്ഷെ ശിർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ ആ ശിർക്ക് ചെയ്യുന്നത് എങ്ങനെ അറിയോ? ഭയങ്കര ബഹുമാനത്തോടു കൂടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥന, അല്ലാഹുവല്ലാത്തവർക്ക് വേണ്ടിയുള്ള നേർച്ചകള്, അറിവ് നടത്തല്, മരിച്ചുപോയ ആളുകളെ പേടിക്കല്, അവർ ഉപദ്രവിക്കും, അവർ ശിഫ തരുമെന്ന് വിശ്വസിക്കൽ, അതൊക്കെ ശിർക്കല്ലേ? ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അള്ളാഹുവിന്റെ പേരിൽ, ഈ വാക്കിന് ഒന്നുകൂടി നാട്ടിലുള്ള പേരും കൂടി പറയാ, ദൈവത്തിന്റെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ അള്ളാഹുവിന് മാത്രം കീഴ്പ്പെടുന്ന ഒരു സാഹചര്യം വേണം. കാരണം എന്തറിയോ? പടച്ചവനിലേക്ക് അടുക്കാനാണ് ആളുകൾ ദൈവേതരന്മാരെ സ്വീകരിക്കുന്നത്. ഏറ്റവും വലിയ ചൂഷണതല്ലേ? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അപ്പൊ ഈ ചില പാതിരിമാരുടെ മുമ്പിൽ ചെന്നിട്ടാണ് തെറ്റുകൾ ഏറ്റുപറയുന്നത്. എന്നിട്ട് അവരങ്ങോട്ട് കൊടുക്കുന്ന എന്റെ തെറ്റ് നിങ്ങൾ അറിഞ്ഞാൽ അത് വെച്ച് ചൂഷണം ചെയ്യൂലേ? പല മേഖലകളിലേക്ക് എക്സർവ ഏതാവട്ടെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ ചൂഷണാണ്. ഇനി മാത്രമല്ല, പടച്ചവന് ഏതെങ്കിലും പണത്തിന്റെ ആവശ്യമുണ്ടോ? ദൈവം ആളുകളിൽ നിന്നൊരു പണവും സ്വീകരിക്കൂല. പടച്ചവന് മനുഷ്യന്റെ സഹായം വേണ്ട. എന്നാൽ എന്തോ ഒരു പണച്ചെലവാണുള്ളത്. അള്ളാനെ മാത്രം ആരാധിക്കാൻ ഈ ലോകത്തൊരു നയാ പൈസ ചെലവുണ്ടോ? നിസ്കരിക്കാൻ പൈസ വേണോ? നോമ്പ് വിൽക്കാൻ വേണോ? പിന്നെ ഹജ്ജിന് പോകണമെന്നുണ്ടെങ്കിൽ പണം വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വയ്ക്കുമെങ്കിൽ പോയാൽ മതി. പൈസ ഉള്ളതും സക്കാത്ത് കൊടുത്താ പോരെ? ആരാധിക്കാൻ എവിടെയാ പണം? എന്നാൽ നിങ്ങൾ ഒരു കാര്യം കൂടി നോക്കണം. സമകാലിക വാർത്തകൾ പരിശോധിച്ചു നോക്കുക. ഒരു കാലത്ത് ആത്മീയ നേതാക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ, നിങ്ങളുടെ കൂടെ വരണേ, ലളിത ജീവിതം നയിച്ചിരുന്ന ആളുകളാണ്, സ്നേഹം പങ്കുവച്ചിരുന്നവരാണ്. ഏത് മതവിഭാഗമാകട്ടെ, ഞാൻ ആ മതത്തിന്റെ പരസ്യം പറയല്ല. സൂഫി വര്യന്മാരുണ്ട്, ആചാര്യന്മാരുണ്ട്, പല ആളുകളുണ്ട്. ഒരു രാജ്യത്തും അവർക്ക് ബിസിനസ് സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാലോ അവർ ധർമ്മോപദേശങ്ങൾ നൽകുന്ന ആളുകളായിരുന്നു. സന്യാസിമാരായിട്ട്, സൂഫിമാരായിട്ട്, മറ്റുള്ള ആളുകളൊക്കെ അങ്ങനെ. ഇന്ന് നിങ്ങളിന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് ചില ദൈവങ്ങളുടെ ഒരു വർഷത്തെ ടേൺ ഓവർ നോക്കിയാൽ കോടിക്കണക്കിന് ഉറുപ്പിക, അല്ലേ? വിമാനവും വിമാനത്താവളവുമുള്ള ആൾ ദൈവങ്ങളുണ്ട്. ക്യാബിനറ്റ് റാങ്കുള്ള ദൈവങ്ങളുണ്ട് നമ്മുടെ നാട്ടില്. അവിടെയാണ് ലോകം നിൽക്കുന്നത്. അത് മാത്രമല്ല സഹോദരങ്ങളെ, സർക്കാരിന് പെട്ടെന്ന് പണം ആവശ്യം വന്നാൽ സൗജന്യമായും കടമായും ഗവൺമെന്റ് ചോദിക്കുന്നത് ആരോടാ?
ആൾ ദൈവങ്ങളോട്. നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കി, നമ്മളെ നാട്ടിലൊരു ചർച്ചയും വന്നില്ലല്ലോ. ഒരാൾ ദൈവത്തിന്റെ കേന്ദ്രത്തിൽ തിക്കും തിരക്കിലും പെട്ട് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ട് ഒരന്വേഷണം പോലും നടത്താൻ പലപ്പോഴും നിയമപാലകർക്ക്, അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ധൈര്യം വരുന്നില്ല എന്നുള്ളതാണ്. വലാ തകൂനു മിനൽ മുശ്രിക്കീൻ. സ്നേഹമുള്ളവരെ, ഒരിക്കലും ആത്മീയതയുടെ പേരിലുള്ള തട്ടിപ്പ് അവസാനിപ്പിക്കാൻ തൗഹീദ് കൊണ്ടല്ലാതെ, ഏകദൈവ വിശ്വാസം കൊണ്ടല്ലാതെ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് വലാ തകൂനു മിനൽ മുശ്രിക്കീൻ. നിങ്ങൾക്ക് ആത്മധൈര്യം വേണോ, കരുത്ത് വേണോ, ആരാകണം? അള്ളാഹുവിലേക്ക് മാത്രം കീഴ്പ്പെടുന്നവരാകണം. അന്ധവിശ്വാസം വരുന്നതിനനുസരിച്ച് ക്രൂരത കൂടും. ഒരു മനുഷ്യൻ മരിച്ചാൽ പോലും അതിൽ സന്തോഷം കണ്ടെത്തും. എവിടെ ഉണ്ടെങ്കിൽ മനസ്സ് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവസാനം വരെ വഖഫ് സ്വത്തുക്കളിൽ വരെ കൈവയ്ക്കാനുള്ള പ്രേരണ കൊടുക്കുന്ന എന്തുകൊണ്ടാ? അതിലും ഛിദ്രത കാണാൻ. കാരണം എത്രയോ മുഖലിസുകളായ മനുഷ്യന്മാര് നൽകിയ ശുദ്ധമായ സ്വത്തിൽ പോലും കൈകടത്തലുകൾക്ക് വിധേയമാക്കാൻ ശ്രമിക്കുന്നത് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവിടെയും പ്രശ്നങ്ങളതാ. ഈ അന്ധവിശ്വാസം വന്ന പേടി തീരൂലട്ടോ. 13 എന്ന നമ്പർ നിങ്ങൾ എവിടെയൊക്കെ ഫ്ലാറ്റുകൾ എടുത്ത് നോക്കുണ്ടോ, ഏതൊക്കെ ബിസിനസ് സാമ്രാജ്യങ്ങൾ നോക്ക്, അവിടെ കാണൂല. നമ്മക്ക് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി. അത് ശരിക്കും ഒരു ദിവസം മുമ്പ് കിട്ടേണ്ടിരുന്നു. എന്തിനാണ് അട്ടപ്പാതിരക്ക് പോയി വാങ്ങിയത്? അത് പലരോടും സമ്മതം ചോദിക്കുകയാണ്. അപ്പൊ ഈ നേരം ശരിയല്ല. തൊട്ടടുത്ത രാജ്യവും ഈ രാജ്യവും തമ്മിൽ 2 ദിവസം കൊണ്ടാ വാങ്ങിയത്. 2 ദിവസം കൊണ്ട് വാങ്ങിയവർക്കും പ്രത്യേകിച്ച് എന്താ വ്യത്യാസമുള്ളത് എന്നുള്ളത് ചേർത്തി വായിക്കുക. ഞാൻ സൂചിപ്പിച്ചത് ഖുർആൻ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യനെയാണ് കേന്ദ്ര ബിന്ദുവായി കാണുന്നത്. ഖുർആൻ പഠിപ്പിച്ചിരുന്ന വാക്കുകൾ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനാണ് ഖുർആനിലെ എല്ലാ വചനങ്ങളും. ഖുർആനിന്റെ മുമ്പില് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ അന്തസ്, മനുഷ്യന്റെ അഭിമാനം, അവന്റെ നീതി, അവന്റെ സമാധാനം, ഇതിന്റെ പൂർത്തീകരണമാണ് അള്ളാഹുവിന്റെ കലാമുകളിൽ കാണുക. ഞാനതൊക്കെ ബയാൻ ചെയ്യേണ്ടത് അങ്ങക്ക് പഠിക്കാൻ വേണ്ടി അങ്ങനെ ഇട്ട് തരിക. അന്തസ്സിന് പ്രാധാന്യം നൽകിയ ദീനാണ് അള്ളാഹുവിന്റെ ഓരോ ഖൗലുകളും. പരിഹസിക്കുക, കുത്തുവാക്കുകൾ പറയുക, ചാരവൃത്തി നടത്തുക, പരദൂഷണം നടത്തുക പാടില്ലല്ലോ. അള്ളെല്ലാം വിരോധിച്ചില്ലേ? മനുഷ്യന്റെ സ്വകാര്യത അംഗീകരിച്ചില്ലേ? മറ്റൊരാളുടെ വീട്ടിലേക്ക് നിങ്ങൾ അനുമതിയില്ലാതെ കടക്കരുതെന്ന് പറഞ്ഞില്ലേ? വാതിൽക്ക് ചെല്ലുക, കോളിംഗ് ബെല്ലടിക്കുക, സലാം പറയുക. 2 വട്ടം സലാം പറഞ്ഞോളേ, എന്നിട്ടൊരു മറുപടി ഇല്ലേ, തിരിച്ചു വന്നോളൂ, അവിടേക്ക് എത്തി നോക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ബയാൻ കൊടുത്തത്. എങ്ങനെ ചോദിച്ചാൽ, ഒരു വീട്ടിൽ ഒളിഞ്ഞു നോക്കണ സമയത്ത് എന്തെങ്കിലും ഉണ്ടൊക്കെ കുത്തിയാൽ പോലും എന്ത് ചെയ്യരുത്, അത് കുറ്റമായിട്ട് പോലും പരിഗണിക്കാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല എന്ന് വരെ നമുക്ക് പറഞ്ഞു തന്നു. അടിമകളായി കാണരുതെന്ന് പറഞ്ഞു. ഫഖു റഖബ, അടിമ മോചനത്തിന് സക്കാത്തിൽ വിഹിതം വെച്ചു, അല്ലെ? വർഗീയത പാടില്ല എന്ന് പറഞ്ഞു. ലാ അസബിയ്യത ഫിൽ ഇസ്ലാം. എന്താ വർഗീയത എന്ന് പറഞ്ഞാല്, അൻ തുഈന ഖൗമക അലാ ദുൽമിൻ, നിന്റെ ആളെ ഒരക്രമത്തിന്റെ പേരിൽ സഹായിക്കുക എന്നതാണ് അസബിയത്ത്, വർഗീയത. ഇത് പാടില്ല എന്ന് പറഞ്ഞു. ആരാണെങ്കിലും ശരിയെന്ന 1863 അമേരിക്ക നിയമം മൂലം അടിമ വ്യവസായം നിരോധിക്കുന്നത്. 1863 6-ാം നൂറ്റാണ്ടില് 1200 കൊല്ലം മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നടപ്പിലാക്കി കഴിഞ്ഞു. വർണ്ണ, വർഗ, ഭാഷ, ദേശ വ്യത്യാസങ്ങളെല്ലാം അള്ളാഹുവിന്റെ ആയത്തുകളാണ്. അത് അംഗീകരിക്കുകയാണ് വേണ്ടത്. അവിടെ വിഭജനങ്ങൾ ഉണ്ടാക്കുകയല്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കറുത്തവർ, വെളുത്തവർ വ്യത്യാസമില്ലല്ലോ ഇസ്ലാമില്. അള്ളാന്റെ റസൂലിന്റെ സദസ്സില് എല്ലാരുമില്ലേ. ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ നോക്കുക, ക്യാഷസ് ക്ലേ ഓസ്ട്രിയയിൽ നടന്ന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് ജേതാവായി സ്വർണ്ണ പതക്കവുമായി അമേരിക്കയിലേക്ക് എത്തുകയാണ് അദ്ദേഹം. വെള്ളക്കാരുടെ ഒരു ഹോട്ടലിൽ, കാരണം സ്വർണ്ണ പതക്കൊക്കെ ഇട്ട് അമേരിക്കയുടെ സ്ഥാനം ഉയർത്തിയിട്ടാണ് അദ്ദേഹം വരുന്നത്, പേരും പ്രശസ്തി ഉയർത്തിയിട്ട വെള്ളക്കാരുടെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. കറുത്തവരാണ് ഇവര്. അവര് പറഞ്ഞു, ഭക്ഷണം
ഭക്ഷണമില്ല, ഇറക്കി വിടാൻ നോക്കി. പറഞ്ഞു, സ്വർണ്ണ പതക്കം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയവനാണ്, എന്തുയർത്തിയാലും വേണ്ടില്ല, ഇവിടെ നിങ്ങൾക്ക് ഭക്ഷണമില്ല എന്ന് പറഞ്ഞു. ഇത്തരം നിരവധി അനുഭവങ്ങളിൽ ക്ലേ അപമാനിതനായി ഇറങ്ങി വരുമ്പോ അദ്ദേഹം ചെയ്തത് ഈ സ്വർണ്ണ പതക്കം ഓഹിയോ നദിയുടെ കുറുകയുള്ള പാലത്തിന്റെ നടുവിൽ നിന്ന് അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ടാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മുഹമ്മദ് അലി ക്ലയാവുന്നത്. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞൊരു മാസം ഉത്തരേന്ത്യയിൽ ഒരു അസ്വസ്ഥതകൾ ഉണ്ടായപ്പോ ഇത്തരം പീഡനങ്ങളാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുമെന്നവർ പറഞ്ഞു. ഇസ്ലാം മതം സ്വീകരിക്കേണ്ടത് അങ്ങനെ പ്രയാസം വരുമ്പോ മാത്രമല്ല, ഏത് സമയത്തും അത് സമാധാനമാണ്. സഹോദരങ്ങളെ, ഒരു അനാഥയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ കളിപ്പിക്കരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് നിർദ്ദേശം തന്നു. അദ്ദേഹം ശ്രദ്ധിക്കാത്ത, ദീന് ശ്രദ്ധിക്കാത്ത ഒരു മേഖലയില്ലെന്ന ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാം നമുക്ക് സ്വാതന്ത്ര്യം തന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണ സ്വതന്ത്രതയല്ല, ഒരു കയറിൽ കെട്ടിയ മാടിനെ പോലെയാണ്. എന്തിനാണ് പരിധി വെച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടിയാണത്. നോക്ക്, നമ്മൾ ഓടിക്കുന്ന വാഹനത്തിന് ബ്രേക്ക് ഉണ്ടല്ലോ, ബ്രേക്കില്ലാത്ത വാഹനം നമ്മൾ ഓടിക്കൂലല്ലോ. ബ്രേക്കുള്ള വാഹനമേ സ്പീഡിൽ ഓടിക്കാൻ പറ്റുള്ളൂ. നിയന്ത്രണങ്ങൾ നമ്മുടെ വിജയത്തിനാണ്. അള്ളാഹുവിന്റെ നിയമങ്ങളെ നമുക്ക് ബോധ്യപ്പെടാൻ കഴിയണം. അതാണ് ശരിയായ തൗഹീദ് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ വുജൂദിയത്ത് ബോധ്യപ്പെട്ട് ജീവിതത്തെ വിമലീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ തുണക്കുമാറാവണം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. KNM-ന്റെ ജില്ലാ തൗഹീദ് ക്യാമ്പയിനിന്റെ പ്രചരണോദ്ഘാടനമാണ് ഇന്ന് 4 മണിക്ക് ആലുവ പാലപ്രശ്ശേരി സ്ഥലത്ത് വെച്ച് നടക്കുന്നത്. കഴിയുന്ന എല്ലാവരും പങ്കെടുക്കാൻ ശ്രദ്ധിക്കുമല്ലോ. നാളെ നമ്മുടെ മദ്രസ ഹാളിൽ ഉച്ചക്ക് 2 മണിക്ക് വനിതകളുടെ ഖുർആൻ ക്ലാസ് ഉണ്ട്, പഠന ക്ലാസ് ഉണ്ട്. സഹോദരിമാര് ശ്രദ്ധിക്കുക. പ്രൊഫഷണലുകൾക്കുള്ള ഒരു പ്രോഗ്രാം ഞായറാഴ്ച 9 മണി മുതൽ വൈകുന്നേരം വരെ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. സ്നേഹമുള്ളവരെ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടി പൊരുതി നേടിയതാണ് നമ്മുടെ പള്ളികളും ധർമ്മസ്ഥാപനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ആദരണീയരായ നേതാക്കളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം കൂടിയാണ് നമ്മൾ ഈ ജീവിക്കുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനിച്ചു വളർന്ന നാടിനോട് മനസ്സിലുണ്ടാകുന്ന വികാരത്തിനാണല്ലോ നമ്മൾ ദേശീയത എന്ന് പറയാം. അത് എല്ലാവർക്കും ഉണ്ടാകണം. എന്തിനാ അങ്ങനെ പറയുന്നു ചോദിച്ചാൽ, ഇല്ലാത്തത് കൊണ്ടല്ല, ചിലതൊക്കെ പ്രകടിപ്പിക്കേണ്ടി വരണം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ പള്ളികളായാലും മദ്രസകളായാലും നമ്മൾ നടത്തുന്ന സ്ഥാപനങ്ങളിലൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനകരമായ ആ പതാക ഉയർത്താനും സന്തോഷങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കുകൊള്ളാൻ നമുക്ക് കഴിയണം. മാത്രമല്ല, പലതിലും ഒരു കാര്യം സഹോദരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിയമലംഘനം എന്ന് പറയുന്നൊരു പരിപാടിയും മുസ്ലിമീങ്ങളായ നമ്മുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല. നമ്മൾ മെസ്സേജ് ചെയ്യുന്ന മെസ്സേജുകൾ പോലും വൃത്തിയുള്ളതാണെങ്കിൽ മാത്രം അയച്ചാൽ മതി. അല്ലെങ്കിൽ ഇത് അയച്ചിട്ടില്ലെങ്കിൽ ദീനുൽ ഇസ്ലാം ഒന്ന് പുറത്താകുമൊന്നുമില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്തതൊന്നും അയക്കാൻ നിൽക്കരുത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചെന്നുപെട്ടാൽ പിന്നെ രക്ഷപ്പെട്ടു പോരണമെങ്കിൽ ഭയങ്കര പ്രയാസമായിരിക്കും. അതുകൊണ്ട് രാജ്യത്തെ നിയമങ്ങൾ ലംഘിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥയും
ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് ദീനിന്റെ ഭാഗം കൂടിയാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ വിശ്വാസമാണ്, അള്ളാഹുവിലേക്കുള്ള ആ കീഴ്പ്പെടലാണ്. അതുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കി ലോകത്തുള്ള എല്ലാം നമുക്ക് കൊണ്ടുനടക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് നീങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള പാപങ്ങളും തെറ്റുകുറ്റങ്ങളും പടച്ച റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും വിട്ടുപുറത്ത് മാപ്പേകി തന്ന് തൽസ്ഥാനങ്ങളിൽ നന്മകൾ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തന്ന് അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. നമുക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മിൽപ്പെട്ട എല്ലാ നല്ലവരായ ജനങ്ങൾക്ക് അവൻ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പേകി തരുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് അള്ളാഹു നമുക്ക് സന്തോഷവും ആനന്ദവുമുള്ള ജീവിതം തന്ന് തുണക്കുമാറാവട്ടെ. സകലമാന മുസീബത്തുകളിൽ നിന്ന് നമ്മെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ഉമ്മത്തിനെ, രാജ്യത്തെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന ജോലികളിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അള്ളാഹു ഐശ്വര്യം ബർക്കത്ത് കൊണ്ട് നിറച്ച് സന്തോഷമുള്ള സാഹചര്യം അള്ളാഹു രണ്ട് ലോകത്തും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിലുള്ള വിശ്വാസം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സ് നിറച്ച് സ്വീകരിച്ചുകൊണ്ട് ഈ ലോകം വിട്ടു പിരിയുമ്പോ സമാധാനത്തോടുകൂടി തന്നെ ആ വാക്കുച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. റബ്ബനാ അഗ്ഫിർ ലനാ വ ലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രിക്കീൻ വനജ്ജിനാ മിനൽ ഖൗമിൽ الظالمين. اللهم عافنا من كل بلاء الدنيا ومصيباتها وفتنة كلها وعذاب القبر وعذاب النار. اللهم حسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين.